അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉള്ളിൽ കയറിയിരിക്കുക. അച്ഛന് പ്രസംഗിക്കാൻ പറ്റണില്ല, വല്ലാത്തൊരു അസ്വസ്ഥത. ഇയാളിങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉള്ളിൽ കയറിയിരിക്കുക. അപ്പോൾ വിശ്വാസികൾക്കും അത്ഭുതമായി. എന്താണ് അച്ഛൻ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗപീഠത്തിൽ കയറി നിന്നിട്ട് പിന്നെ പ്രസംഗിക്കാത്ത എന്താണ്? കാര്യങ്ങളൊന്നും മന്നില്ലല്ലോ, അദ്ദേഹത്തിന് പ്രസംഗം മന്നില്ല. അപ്പൊ ജനങ്ങൾ ചോദിച്ചു, അച്ഛോ അവിടെ നിന്ന് എന്താണ് പ്രസംഗിക്കാത്തത്? അതാ ഒരു മുഹമ്മദീയൻ നമ്മുടെ സഭയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്, അയാളുടെ മുഖം കണ്ടത് കൊണ്ടിട്ട് എനിക്ക് പ്രസംഗം വരുന്നില്ല. അപ്പൊ എല്ലാവരും നോക്കി, ഇയാളെന്താണ്, ഇയാൾ മുസ്ലിം അല്ലേ, എന്തിനാണ് ഇയാൾ ഇവിടെ കയറിയിരിക്കുന്നത്? ഇത് ക്രിസ്ത്യൻ ചർച്ചാണല്ലോ, ഇവിടുന്ന് പുറത്തു പോകണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്നാ പണ്ഡിതരെ, ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കട്ടെ, അതിനൊന്ന് മറുപടി തരാമോ? അപ്പൊ ഈ ജനങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാലോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹ് വേണ്ടി വെച്ചാൽ മറുപടി തരാന്നായി പറഞ്ഞു. അപ്പൊ അച്ഛൻ ചോദിച്ചു, രണ്ടില്ലാത്ത ഒന്നേതാണ് പോലും ഇമാമേ, അല്ലെങ്കിൽ പണ്ഡിതരെ? രണ്ടില്ലാത്ത ഒന്ന് രാജാതിരാജനായ റബ്ബാൻ, അല്ലാഹ് അതേകനാണ്. രണ്ടില്ല. മൂന്നില്ലാത്ത രണ്ടേതാണ്? അത് രാത്രിയും പകലുമാണ്. അതിനോട് കൂട്ടിച്ചേർക്കാൻ മൂന്നാമത്തെ ഒരു ഘടകം ഇല്ല. നാലില്ലാത്ത മൂന്നേതാണ്? അത് പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ ഹിദർ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ച ചോദ്യമാണ്. സൂറത്തുൽ കഹ്ഫിനകത്തുണ്ട് 3 ചോദ്യം. നാലാമത്തെ ചോദ്യം ഇല്ല. അതിനു മുമ്പ് അവർ നമ്മുടെ ഇടപാട് തീർന്നു. ഇങ്ങനെയാണ് വലിയ ചരിത്രമാണ്. 5 ഇല്ലാത്ത 4 ഏതാണ്? അത് സർവശക്തനായ തമ്പുരാൻ അവന്റെ സൃഷ്ടികളിലേക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥങ്ങളാണ്. അത് 4 ഉള്ളൂ. തൗറാത്ത് മൂസ അബ്റാനി, ഇഞ്ചീൽ ഈസ സുറിയാനി, സബൂർ ദാവൂദ് യൂനാനി, ഫുർഖാൻ മുഹമ്മദ് അറബാനി. 4 ഉള്ളൂ. 5ാമത്തെ ഒരു കിതാബില്ല. 6 ഇല്ലാത്ത 5 ഏതാണ്? അത് മുസ്ലിം സമുദായത്തിന്റെ സാഷ്ടാംഗത്തിന്റെ ടൈമാണ്. അവർ 5 സമയത്താണ് സൃഷ്ടാവിന് സുജൂദ് ചെയ്യുന്നത്, 6 ടൈമില്ല. 7 ഇല്ലാത്ത 6 ഏതാണ്? അത് പടച്ചതമ്പുരാൻ ആകാശഭൂമികളെ സൃഷ്ടിക്കാനെടുത്ത ടൈമാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാം. 6 ഘട്ടത്തിലായിട്ടാണ് അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ഖുർആൻ പറയുന്നു. 7 ഇല്ലാത്ത 6 അതാണ്. 8 ഇല്ലാത്ത 7 ഏതാണ്? അത് ആകാശങ്ങളുടെ തട്ടുകളാണ്. അതിന് 8 ഇല്ല, അത് 7 എണ്ണമാണ്. 9 ഇല്ലാത്ത 8 ഏതാണ്? അത് സർവശക്തനായ തമ്പുരാന്റെ സിംഹാസനത്തിനെ സംരക്ഷിക്കുന്ന മാലാഖമാരുടെ വകുപ്പുകളുടെ എണ്ണം അത് 8 ആണ്. 9 ഇല്ലാത്തതാണ്. 10 ഇല്ലാത്ത 9 ഏതാണ്? അത് പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് തമ്പുരാൻ കൊടുത്തതായ അമാനുഷികമായ കഴിവുകളാണ്. അത് 10 എണ്ണമില്ല, 9 എണ്ണേ ഉള്ളൂ. വർധനവിന് സാധ്യതയുള്ള 10 ഏതാണ്? അത് മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. അത് 10നേക്കാൾ കൂടുതലാണ് അതിന്റെ പ്രതിഫലം തമ്പുരാൻ നൽകുക. അത് 10 ഒതുങ്ങുന്നതല്ല. കളവ് പറഞ്ഞിട്ടും സ്വർഗത്തിൽ പ്രവേശനം കിട്ടിയ സഹോദരങ്ങൾ ആരൊക്കെയാണ്? അത് മഹാനായ നബിയിന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാക്കിയുള്ള 11 സഹോദരന്മാരാണ്. ഒരു നുണ പറഞ്ഞു. എന്താ നുണ പറഞ്ഞത്? പുള്ളേനെ ചെന്നായ കൊണ്ടുവന്നു. സ്വാദിക്ക് ഞങ്ങൾ നേര് പറഞ്ഞാലും പാപ്പ വിശ്വസിക്കുകയൊന്നുമില്ല. പുള്ളേനെ ചെന്നായ ഉണ്ട്. പുള്ളയുടെ ഉടുപ്പായത് നോക്ക്, പച്ച നുണയാ. കൊച്ചിനെ കൊണ്ടുപോയി കിണറി കൊണ്ടുപോയി ഇട്ടു. കുപ്പായ ഊരി എടുത്തിട്ട് ഒരു ആടിനെ അറുത്തിട്ട് ചോര അതേലൊക്കെ കൂടി പരത്തിക്കൊണ്ടാണ് ഈ ഉടുപ്പ് കൊണ്ടെന്ന് വാപ്പാടെ എടുത്തു കൊടുത്ത്. വാപ്പ എങ്ങനെ ഉടുപ്പെങ്ങനെ വിടുത്തി നോക്കിയപ്പോണ്ടാ ബട്ടൺസൊക്കെ തുളയെന്ന് ഊരി എടുത്തേക്കോ ചെന്നായ. ഓ ഭയങ്കര ചെന്നായ. കുപ്പായത്തിനൊരു കേടും പറ്റിയിട്ടില്ല. പച്ച നുണയാ പറഞ്ഞത്. പക്ഷെ അവർ സ്വർഗത്തിൽ പോയി. എന്താ കളവ് പറഞ്ഞിട്ടും സ്വർഗത്തിലേക്ക് പ്രവേശിച്ച 11 പേരാണ് ഈ സഹോദരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും ഏറ്റവും ഭയാനകമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് ഏതാണ്? അള്ളാഹ് സൃഷ്ടിച്ചതാണ്. പക്ഷേ ഏറ്റവും ഭയാനകമെന്ന് അല്ലാഹു തആല തന്നെ പറയുകയും ചെയ്തു. അതേതാണ്? ഇന്ന കൈദകുന്ന അദീം. പിന്നെ മലയാളം പറഞ്ഞോ? ഇന്ന കൈദകുന്ന അദീം എന്ന് പറഞ്ഞാൽ അതാണ്. ഇന്നും കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരു പെണ്ണുമ്പിള്ള വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് കോടതി പറയൂ കേട്ടോ, എനിക്ക് 10 കോടി അല്ലെങ്കിൽ ഇത്ര കോടിയും കൂടി തന്നോളണം. നീ ദൈവം തമ്പുരാനെ ഓർത്ത് കോടതിയിൽ അത് പറയില്ല, നീ ആവശ്യപ്പെടുന്ന കോടികൾ തന്നേക്കാം. ഇത് അല്ലാഹു തആല പറഞ്ഞത് പിന്നെ സുലൈഖ ബീവിയെ സംബന്ധിച്ച
എങ്ങാണ്ട് വഴിക്കുന്ന കിട്ടിയതാണല്ലോ ഇപ്പോൾ ഈ പിള്ളേനെ യൂസ് എന്ന് പറഞ്ഞ് കിടക്കണേ. അതിനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്നാക്കി. സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ കുടുംബനാഥം പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ പയ്യ അടിമയാണല്ലോ, അങ്ങ് വാടറക്കാന്ന് പറഞ്ഞു. അകത്തേക്ക് കയറിയിട്ട് വാലടിച്ച് ഞാൻ പറഞ്ഞ മര്യാദക്കെന്നുള്ളത് നമ്മുടെ കയറി ഇരിക്കാൻ പറഞ്ഞു. ഒരൊറ്റ ഓട്ടാ. അപ്പ കയറി കുപ്പായത്തെ കയറി പിടിച്ചു. എവിടാ ഓർഡർ ചെയ്തോണ്ട് പിടിച്ചിട്ട് കുതറി ഓടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ ഭർത്താവ് വന്നപ്പോ പറഞ്ഞു, എങ്ങാണ്ടെന്ന് കിടന്ന ബലാ മുസീബത്തിനെ വലിച്ചുകൂടെ കൊണ്ടുവന്നതേ എന്നെ മേത്തേക്ക് കയറാൻ എന്നെ പിടിക്കാൻ വേണ്ടി വന്നു. ഇതാ ഇന്ന കൈത കുന്നാദി. ആ മൂപ്പരൊന്നും അറിഞ്ഞിട്ടില്ല, നേരെ വെച്ചു കൊടുത്തു കേസ്. ഇതാണ് ഇന്ന കൈത കുന്നാദി. അത് സൂക്ഷിക്കണോ. അള്ളാഹ് പഠിച്ചതാണല്ലോ ഇപ്പൊ ഇത്. പക്ഷെ അത് ഭയാനകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതാണ്. പക്ഷേ ഏറ്റവും വൃത്തികെട്ടത് എന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? ഇന്ന അങ്കറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. പുടുപുടുന്ന അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ മറുപടി കൊടുക്കണേ. അച്ഛൻ ചോദിക്കും, അപ്പൊ തന്നെ മറുപടി കൊടുക്കുക. അല്ലാഹു തആല സൃഷ്ടിച്ചതാണ് ഏറ്റവും വൃത്തികെട്ടത് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിക്കുകയും ചെയ്താണ്. ഇന്ന അങ്കറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. അത് കഴുതയുടെ ശബ്ദമാണ്. കഴുതയുടെ ശബ്ദം ഏറ്റവും വൃത്തികെട്ടതാണ്. ആരാപ്പ കഴുതയ്ക്ക് ശബ്ദം ഉണ്ടാക്കിയത്? അള്ളാഹ് ഉണ്ടാക്കി. അള്ളാഹിനെ പറയാൻ അത് ഏറ്റവും വൃത്തികെട്ടതാണ്. പക്ഷെ ആ ശബ്ദമൊക്കെയാണ് നമ്മുടെ പല നിസ്കാരത്തിന്റെ സഫിലും കേൾക്കണേന്ന് മാത്രം. കരക്കാർ കൂടുതലൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ബഹുമാനം. എന്താ അവസ്ഥ അല്ലേ? ഏത്തി സമാനുനല ഉമ്മത്തി യജ്തമിഉന ഫീഹി വയുസല്ലൂന ഫിൽ മസാജിദി ലൈസ ഫീഹി മുഅ്മിനുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിസ്കാരക്കാർ കണ്ടമാനം ഉണ്ടാവും പള്ളിയിൽ, അതിനകത്തങ്ങ് ഒരെണ്ണം ഈമാനുള്ളതുണ്ടാവില്ല എന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പഠിച്ചവനെ അതിലൊന്നും പാവങ്ങളെ ഞങ്ങളെ പെടുത്താതെ കാക്കണേ റബ്ബേ. ഇവിടെ ചിന്തിച്ചു നോക്കി. ചുമ്മാ നിസ്കാരം അറിയാവുന്ന ഒരാൾ നമ്മുടെ നിസ്കരിക്കുന്ന സഫിൻ്റെ പുറകിൽ പോയിട്ടൊന്ന് ഇരുന്നിട്ടോ ഒന്ന് നോക്കിക്കേ. ഈ നിസ്കരിക്കുന്നതിൽ നിൽക്കുന്നവരായാലും കുനിയുന്നവരായാലും നിവരുന്നവരായാലും സുജൂതി കിടക്കുന്നവരായാലും ഇടയിൽ ഇരിക്കുന്നവരായാലും സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് പോരുന്നവരാണെങ്കിലും അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും സലാം വീട്ടുന്നവരാണെങ്കിലും 190 നിസ്കാര നബി തങ്ങൾ കാണിച്ചതിന് ഘടകവിരുദ്ധ. ഇതൊക്കെ ഇപ്പം ശ്രദ്ധിക്കാനും നോക്കാനും പഠിപ്പിക്കാനും ഒന്നും തന്നെയല്ല. ഇപ്പം മനുഷ്യനെ കിട്ടുമല്ലോ. ഇപ്പം ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ഈ പരിപാടിയുടെ ചുറ്റുവട്ടത്തില്ലേ, ലക്ഷക്കണക്കിന് ജനങ്ങൾ. പക്ഷേ ഇവിടെ എത്ര എത്തിയിട്ടുണ്ട്? ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്കെല്ലാം ഒരുമിച്ച് കുഴിന്ന് നമ്മുടെ നാടിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി പടച്ചവനോടൊന്ന് പറയാം ഹബീബേ. ആ രീതിയിലുള്ള ചിന്തയൊന്നും അല്ല ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറെ കാശുണ്ട്, പിന്നെ നീ ആരാടാന്നുള്ള ചോദ്യ. ഇത്തിരി കാശും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനെ ഒന്നുമില്ല. അങ്ങനെയാ ചേട്ടൻ വന്നിട്ട് ഇടവുള്ള നീ അങ്ങനെ ചെയ്യില്ല. ഇയാളാരപ്പ ഇതറിയാൻ പറയാൻ? ഇക്കാന്ന് വിളിച്ചോണ്ട് ഞാളോടെ പോയി പറഞ്ഞേ. ഇത്താത്ത വന്നിട്ട് പറയുകയാണ്, എടി നീ അങ്ങനെ നീ എന്തിനാ ഇതിനകത്താണ് ഉടനെ? എന്താ നിനക്ക് കാറുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടീ കാറ്, നിനക്ക് 3 ഇല ഉണ്ടെങ്കിൽ എനിക്ക് 4 ഇല ഉണ്ടീ, നിന്റെ മതിലിന് 8 അടിയാണെങ്കിൽ എൻ്റെ വീട്ടിൽ 16 അടി പൊക്കോണ്ടീ, നിനക്ക് 2 മക്കളാണെങ്കിൽ എനിക്ക് 3 മക്കളുണ്ടീ. ഇത് തന്നെ ശൈലികളൊക്കെ അവിടെ മാറി. ഇവരിത്തിരി കാശൻ്റെ വില അതൊക്കെ സർക്കാർ കൊണ്ടുപോകും. അതൊക്കെ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നിട്ട് എല്ലാം പിടിച്ചെടുക്കും. അക്കൗണ്ടൊക്കെ മാറും, നിന്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പുറത്തേക്ക് പോകും. പടച്ച തമ്പുരാനെ, നമ്മ ഈ ചിന്തിക്കുന്നതും പറയുന്നതും ഭയപ്പെടുന്നതൊന്നും അള്ളാഹുവേ ഈ പാവങ്ങളുടെയൊക്കെ മഹത്വം കൊണ്ട് ഈ അമലിൻ്റെ പവർ കൊണ്ട് അള്ളാഹ് ഈ രാജ്യത്തൊന്നും വരാതെ കാത്ത് രക്ഷിക്കണേ അള്ളാഹ്. നന്നായിട്ട് അള്ളാഹിനോട് പറഞ്ഞോ. അള്ളാഹിനോട് പറയാൻ നമ്മുടെ ദിക്കറൊക്കെ നന്നാക്കിക്കോ. ദിക്കറിൻ്റെ പൊള്ളത്തരം അപ്പോൾ ഞാനീ പറഞ്ഞുതരാൻ പോണ്. നമ്മളൊക്കെ ധാരാളമൊക്കെ തസ്ബീഹ് മറിക്കേണ്ടത് ധാരാളമൊക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ സംഗതി എവിടെ കിടക്കണമെന്നുള്ളത് ഇസ്ലാമി തങ്ങൾ പഠിപ്പിക്കുന്നതിലേക്കൊന്ന് ശ്രദ്ധിച്ചോ. അപ്പം അറിയാം. അപ്പം എന്താ പറഞ്ഞു വന്നത്? സഹോദരിമാരെ അള്ളാഹ് സൃഷ്ടിച്ചതാ, പക്ഷേ ഏറ്റവും വൃത്തികെട്ടത് നിസ്കാരത്തിൻ്റെ സഫിൽ കേൾക്കാൻ പോയത്. തമിഴ്നാട്ടിലേക്കൊക്കെ ചെന്നാൽ ധാരാളമായിട്ട് കേൾക്കാം. അതിന് നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ പോകണ്ട, നമ്മുടെ പള്ളിയിൽ നിക്കിരിക്കുന്നിടത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കഴുതയുടെ ശബ്ദം കേൾക്കാം. എങ്ങനെയാ? പച്ചയടഞ്ഞു പോയി. ഇന്നലെ മിഞ്ഞാന്നൊക്കെ വെള്ളം പറഞ്ഞുകൊണ്ടേ, അല്ലെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞാന്. ശബ്ദം കണ്ട? ഈ കോട്ടുവ വിടുമ്പോൾ വായു തുറക്കൽ തന്നെ ശപിക്കപ്പെട്ടതാ. അതാ ഇപ്പം നിക്കാരത്തിലിട്ട് ഇപ്പൊ പാട്ടാസമാണെങ്കിൽ തുറക്കണതിനോട് തുറക്കണം. കൈ ഇട്ടിട്ടുണ്ട്. എന്തോ ഒരു സന്തോഷാന്നറിയോ ഷൈത്താന്.
ഈ കോട്ടുവായ അങ്ങോട്ട് വന്നാൽ നീ വീണൂന്ന് അതിന്റെ അടയാളം. ആർക്ക്? ശൈത്താനിന് നീ അങ്ങോട്ട് വീണൂന്ന്. ആ സ്ഥാനത്ത് തുമ്മലാണെങ്കിലോ അത് നിനക്ക് ശുഭലക്ഷണ, മലക്കിന്റെ ഭാഗത്തു നിന്നാ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് കോട്ടുവാ വന്നാൽ തുറന്നങ്ങോട്ട് വിടല്ലേ, പിന്നെ ഇടത്തേക്ക് അതിന്റെ പുറവും കൊണ്ടിട്ട് വായം കൊണ്ട് അടച്ചു പിടിക്കുന്ന നബീന റസൂലുള്ളാഹി. കാരണം എന്താ? ശൈത്താനെ സന്തോഷിപ്പിക്കുകയല്ല വേണ്ടേ. വായകൾ തുറക്കണേന്റെ കൂട്ടത്തിൽ ശബ്ദം കൂടെ വന്നു. ശബ്ദം ആരുടെയാണ്? ശൈത്താന്റെയാണ് അല്ല, കഴുതയുടെയാണ്. ആ കഴുതയുടെ ശബ്ദമാണ് ശൈത്താനിൻ്റെത്. അതാ പടച്ചോൻ പറഞ്ഞ ഇന്ന അങ്കറൽ അസ്വാത്തി ലസൗത്തുൽ ഹമീർ. കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും വൃത്തികെട്ട ശബ്ദം. എന്നിട്ട് ഇപ്പൊ എന്ത് നിക്കാരാണ്? താടി പിന്നെ നീട്ടി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, തലക്കെട്ട് പിന്നെ ഒന്നും കൂടെ കെട്ടിക്കൊണ്ടിരിക്കുക, മക്കനയുടെ കൊണ്ട് പിന്നെ മക്കനെയാണ്. എന്ത് നിക്കാരാ ഇപ്പൊ ഇത്? നിസ്കാരം അതോടുകൂടി പോയി. ആ വാ വിളിച്ചിട്ട് അതോടുകൂടി നിസ്കാരം പോയി. ചില വലിയ മാന്യന്മാരുണ്ട് നിസ്കാരത്തിൽ അങ്ങോട്ട് നിന്നുമ്പോ ഞങ്ങൾ വലിയ നിക്കാരക്കാരാ അത് പോയി നിക്കരിച്ചോണ്ടു പോയില്ലേ ഇപ്പൊ കുറെ എണ്ണങ്ങൾ. അമ്മമാരോട് പറയാണ്ട് അവർക്കെല്ലാം അറിയാതുള്ള ധാരണയാണ്. എന്ത് നിക്കാരാ ഈ അനക്കലോടുകൂടി പോയിടൂ. പോയി, നിസ്കാരം പോയി. അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ടക്ഷരമോ നിസ്കാരത്തിനകത്ത് മുഴിഞ്ഞാൽ നിസ്കാരം മാത്തിലായി. അപ്പൊ പിന്നെ ശൈത്താന്റെ ശബ്ദം വന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് പോയില്ലേ? കഴുതയുടെ ശബ്ദം വന്ന തൊണ്ടയരക്കലിന്റെ അതിനകത്ത് എത്ര ശബ്ദം വന്ന്? ഒരാൾ നമ്മൾ പുറത്തു നിന്നിട്ട് ഒന്ന് വിളിക്കുകയാണ്, വാപ്പ ഇവിടെ ഉണ്ടോ? ല. ഒരാൾ നിസ്കരിച്ചോണ്ടിരിക്കുകയാണ്, നിസ്കാരത്തിനകത്ത് ചോദിച്ചു വാപ്പ ഇവിടെ ഉണ്ടാ? ല. നിസ്കാരം മാത്തിലായി. ഒറ്റ അക്ഷരം പറഞ്ഞോളൂ, പക്ഷെ ആ ഒറ്റ അക്ഷരത്തിന് അർത്ഥമുണ്ട്. വാപ്പ ഇല്ലാന്നാ പറഞ്ഞേ. അർത്ഥം ഇല്ലാത്ത രണ്ടക്ഷരം. എത്ര അക്ഷരം വന്നു നിങ്ങൾ പറ? ഈ തൊണ്ട അനക്കുമ്പോ എത്ര അക്ഷരം വന്നു നോക്കിയ നിസ്കാരം മാത്തിലായില്ലേ? ഞാൻ പറയണത് അതിനേക്കാളും, അതാ ഞാൻ പറഞ്ഞ വലിയ വലിയ ആൾക്കാരാണെന്ന് ധരിക്കുന്ന അവരെക്കാളും നല്ലത് ചില പാവങ്ങളാ. എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ഈ നിക്കാരക്കാരെക്കാളും നല്ലത് പണ്ടേ ഒരു വീട്ടിലെ ഒരു താത്താടെ വീട്ടിൽ 2 വിരുന്നുകാർ താത്താമാർ വന്ന കേട്ടല്ലേ സംഭവം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പപ്പടം പൊരിച്ചിട്ട് അരിവെട്ടിയിൽ ഇട്ടിട്ട് മോളി കയറ്റി വെച്ചു. ഇന്നത്തേതുപോലെയുള്ള സംവിധാനം ഒന്നുമില്ല. അരിവെട്ടി എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? അതിനകത്തേക്ക് ഈ പപ്പടം പൊരിച്ചിട്ട് ഈ അടുപ്പിൻ്റെ മുകളിലൊക്കെ ഈ വാളംപുളി ഉണങ്ങാനും ഈ ചെമ്മീൻ പൂച്ച പിന്നെ ഉണങ്ങാനും ഒക്കെ ആയിട്ടുള്ള തട്ടുണ്ട്. അതാണ് അടുപ്പിൻ്റെ മുകളിലുള്ള തട്ട്. ആ തട്ടിൻ്റെ മുകളിൽ കയറ്റി ഈ അരിവെട്ടി വെച്ചാൽ എന്നിട്ട് 3 ആളും കൂടെ പറഞ്ഞു നമുക്ക് നിക്കിരിക്കാൻ അടിയെന്ന് ചോദിച്ചാൽ എന്നാൽ നിക്കിരിക്കാന്ന് പറഞ്ഞു. ഒരാൾ താത്തായും ഒരാൾ വീട്ടുകാരിയും മറ്റേ ആൾ വിരുന്നിന് വന്ന 2 പേരും. അങ്ങനെ നടുക്ക് വീട്ടുകാർ നിന്നു, ഈ അപ്പുറം ഇപ്പുറയും വിരുന്നുകാർ നിന്നു. അങ്ങനെ നിസ്കരിക്കുക കൈയെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൈയെട്ടിക്കൊണ്ട് നിന്നപ്പോ പടപടപടപടാന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ വീട്ടുകാരി അതോടി പപ്പടം പൂച്ച നിസ്കാരത്തിലാണ്. അപ്പൊ ഈ ഇടത്ത് വശത്തിരിക്കണ താത്ത അങ്ങനെ നീ നിസ്കാരത്തിനകത്ത് വർത്താനം പറഞ്ഞേ. അപ്പൊ ഈ ഇടത്ത് വശത്തിരിക്കണ താത്ത ഞാൻ മാത്രം പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ വലിയ നിക്കാരക്കാരൻ്റെ നിക്കാരക്കാരികളുടെ നിസ്കാരത്തിനേക്കാൾ അള്ളാൻ്റെ അടുത്ത് വെയിറ്റുള്ളത് ഈ പാവപ്പെട്ട താത്താമാരുടെയാണ്. കാരണം എന്താ? അതൊക്കെ അത്രയ്ക്കുള്ള വിവരമുള്ളൂ. അത് പഠിക്കാനുള്ള സന്ദർഭം കിട്ടിയിട്ടുള്ളൂ. പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടും പഠിക്കാഞ്ഞിട്ടാണ് ഇപ്പൊ ഈ തലയും കുത്തി കാണിക്കണത്. ഞാനിപ്പോ ഈ നിസ്കാരത്തെ കയറി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ സംസാരത്തിന്റെ വിഷയം മാറി പോകും. ഞാൻ അതിലേക്ക് പോണില്ല. നമ്മളിപ്പോൾ ഒരു ദിക്കറിന്റെ വാർഷികം നടത്തുക. നമ്മുടെ ദിക്കർ എവിടെ? നമ്മുടെ മുൻഗാമികളുടെ ദിക്കർ എവിടെ? നമ്മളതൊന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയാ തിരുത്തിക്കോ, ശൈലി മാറ്റിക്കോ, മര്യാദക്കുള്ള ദിക്കറിലേക്കും തസ്ബീഹിലേക്കും സലാത്തിലേക്കൊക്കെ മടങ്ങിക്കോ. ഇല്ലെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന അവസരം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ തയ്യാറില്ലെങ്കിൽ പടച്ച തമ്പുരാൻ തടങ്കൽ പാളയത്തിലിട്ട് ദിക്കറേൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾക്ക് തടവറെ പോകാതെ, നിങ്ങൾക്ക് നിരന്തരമായി അടി കിട്ടാതെ, നിരന്തരമായി നിങ്ങളെ പട്ടിണിക്കിടാതെ, നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഉള്ളത് കുടിച്ച് സ്വതന്ത്രമായിട്ട് നിർഭയമായി ജീവിക്കാനുള്ളൊരു അവസരം തന്നിട്ട് നിങ്ങൾ ദിക്റും തസ്ബീഹും ഒന്നും ഇല്ലാണ്ട് പുറത്തേക്ക് പോയോ, എന്നാ നിങ്ങളെ അകത്തേക്കാക്കുന്നു. അതാ ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുക, ഇതിന് നിങ്ങൾ നന്ദി ചെയ്യണം. അതിന് തയ്യാറില്ലേ? ഇന്ന അദാബി ലശദീദ്, വളരെ കടുപ്പമേറിയ ശിക്ഷയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതാണ്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലെ വാലിമീങ്ങളെ, അക്രമികളെ, അവരുടെ അക്രമം കാരണമായിട്ട് ഈ രീതിയിലുള്ള ശിക്ഷ കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഒഴിവാകുമോ?
ഇരിക്കുന്ന പാവങ്ങളൊക്കെ ഒന്നും ഇപ്പൊ ഈ പറയപ്പെട്ടതിൽ പെട്ടതല്ലല്ലോ. നിങ്ങളൊക്കെ അറിയാവുന്ന രീതിയിൽ ദിക്ർ ചെല്ലുന്ന പാവങ്ങളല്ലേ, സലാത്ത് ചെല്ലുന്ന പാവങ്ങളല്ലേ. പഠിച്ചവനെ പാവമില്ലാതെ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട രീതിയിൽ പരമാവധി തെറ്റുകൂടാതെ പെശക് വരാതെയൊക്കെ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പാവംശിലാരെ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയുണ്ടോ? ഇല്ല. തഖൂ ഫിത്നത്തല്ല തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഇവിടെ ഈ പറയപ്പെട്ട നടപടി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഒരുമിച്ച് തടങ്കൽ പാളയത്തിലേക്ക് മാറ്റും. അതിനകത്ത് നമ്മളും പെടും. പക്ഷേ അങ്ങനെ പെടുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടവരാകും. അതാണ് ഇവിടെ വേണ്ടത്. നമുക്കിതുപോലുള്ള മുസീബത്ത് നാശങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടവരാകരുത്, നമ്മൾ രക്ഷപ്പെട്ടവരാകണം. രക്ഷപ്പെടണമെങ്കിൽ ശൈലി മാറ്റണം. അങ്ങനെയാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ ഞാൻ എന്താ പറഞ്ഞു വന്നത്? ബഹുമാനികളെ, ഏറ്റവും വൃത്തികെട്ടത് എന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചെങ്കിൽ ആ സൗണ്ട് നമ്മുടെയൊക്കെ നിസ്കാരത്തിലൊക്കെ വരികയാണെങ്കിൽ പോയില്ല എന്നാണ് ചോദിക്കണേ. അതുകൊണ്ട് പടച്ചവനെ ഓർത്ത് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കോട്ടോടിനാണ് ചിലർ. അതിൻ്റെ കൂട്ടത്തിൽ ഒച്ചയുണ്ടാവും. ഈ വൈദ്യശാസ്ത്രം വരെയും അത് അനുകൂലിക്കുന്നില്ല. 4-4.5 മീറ്റർ അകലെ വരെ ഒരാൾ കോട്ടോടുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള അണുക്കൾ പുറത്തേക്ക് വിസർജിക്കപ്പെടുന്ന തങ്ങൾ പറഞ്ഞോണ്ടോ ഇടത്തെ കൈയിൻ്റെ പുറവും കൊണ്ടിട്ട് അങ്ങനെ മൂടണ്ടേ. വലത്തെ കൈയിൻ്റെ ഉള്ളുകൊണ്ടോ പുറവും കൊണ്ടല്ല, ഇടത്തെ കൈയിൻ്റെ പുറവും കൊണ്ട് കോട്ടുവ വന്നാൽ നിങ്ങൾ വായിനെ അടക്കണം. അപ്പം നിസ്കാരത്തിലെങ്ങാനും അങ്ങനെ കോട്ടുവ വന്നാൽ പഠിച്ചവനെ ഞാൻ മറ്റവൻ്റെ കെണി പെട്ടല്ലോ അല്ലാന്നപ്പം മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പം എനിക്കൊരു കോട്ടോ വന്നിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയാൽ പഠിച്ചവനെ ശൈത്താനിൻ്റെ വലയിൽ ഞാൻ വീണുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ഥലത്ത് തുമ്മലാണെങ്കിലോ ദുആ നടന്നുകൊണ്ടിരിക്കുകയാണ്, സദസ്സിൽ നിന്നൊരു തുമ്മൽ കേട്ടാൽ ശുഭലക്ഷണം എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. കാരണം എന്താ? അള്ളാഹിൻ്റെ മാലാഖമാരുടെ സാന്നിധ്യം അവിടെ കിട്ടിയിട്ടുണ്ട്. അതാണ് തുമ്മൽ നല്ല ലക്ഷണം. അതുകൊണ്ടാണല്ലോ അൽഹംദുലില്ലാ. തുമ്മുമ്പോ എന്താ പറയാ? അൽഹംദുലില്ലാ. കോട്ടോടുമ്പോ എന്താ പറയാ? കോട്ടോടുമ്പോ വായു പിന്നെ പൊത്തിയതിന്റെ ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ 2 സ്ഥലത്തും 2 തസ്ബീഹ. ഇതൊക്കെ ദിക്ർ തന്നെയാ കേട്ടാ. നമ്മുടെ ദിക്ർ തന്നെ ഇതൊക്കെ. നമ്മളിവിടെ കോട്ടോ വിട്ടാലും കൂലി മേടിക്കണം, തുമ്മിയാലും കൂലി മേടിക്കണം, കക്കൂശി കയറിയാലും കൂലി മേടിക്കണം, കക്കൂശിന്ന് ഇറങ്ങിയാലും കൂലി മേടിക്കണം, കല്യാണം കഴിച്ചാലും കൂലി മേടിക്കണം, ചോറ് തിന്നാലും കൂലി മേടിക്കണം. എല്ലാത്തിനും നമുക്ക് കൂലി വേണം. അതാണ് ദിക്ർ. അതാണ് ദിക്ർ. നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ദിക്റുകൾ വരിക. വദ്കുറുല്ലാഹ കസീറൻ എന്ന് ഖുർആൻ പറഞ്ഞതാണ്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ദിക്റുകളെ അധികരിപ്പിക്കുക. ലാ യസാലു ലിസാനക ലാ യസാലു ലിസാനക. നിന്റെ നാവിനെ റുത്ബൻ നീ പച്ചയാക്കണം. ബിദിക്രില്ലാ. അല്ലാഹുവിന്റെ ദിക്റുണ്ട്, പടച്ചതമ്പുരാന്റെ ദിക്റുണ്ട്. നാവിനെ പച്ചയാക്കണം. നാവ് ഉണങ്ങി പോകരുത്. നാവ് ഉണങ്ങാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം മുമ്പിൽ കിട്ടി കഴിക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദിക്ർ ഉണ്ട്. കോട്ടോ എഴുന്നു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ദിക്ർ. അപ്പൊ നാവ് പച്ചയായി. ഇതില്ലെങ്കിൽ നാവ് ഉണങ്ങി. ഫദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ വിജയിക്കണമെങ്കിൽ ദിക്ർ വരിപ്പിച്ചോളാൻ പരിശുദ്ധ ഖുർആൻ പറയാൻ. അല്ലാണ്ട് നമ്മൾ ഈ കൂടിയിരുന്നോണ്ടിട്ട് ദിവസം ചെല്ലുന്ന ദിക്ർ അല്ലെങ്കിൽ മാസത്തിലൊക്കെ കൂടി ചെല്ലുന്ന ദിക്ർ അല്ലെങ്കിൽ വാർഷികത്തിന് കൂടുന്ന ദിക്ർ അല്ല പ്രാധാന്യം. ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ദിക്ർ വരണം. വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്ക് കയറി ഇരുന്ന് പോകുന്ന വഴിക്ക് വണ്ടി പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് കിട്ടും. ഇന്നാലില്ല അപ്പ വന്ന നമ്മുടെ നാവില്. അതാണ് ദാക്കിരീങ്ങൾ, അതാണ് ദാക്കിറാത്തുകൾ. ഖുർആൻ പറഞ്ഞതാണ്. അവരോട് പറയേണ്ടി വന്നില്ല. വണ്ടി ബ്രേക്ക് ഇന്നാലില്ലാഹി വഇന്നാ അപ്പ നാക്കേന്ന് വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഏത് സന്ദർഭത്തിലും. അപ്പോഴേ അറിഞ്ഞായിരുന്നോ? ഇല്ല. നമ്മുടെ സുലൈമാൻ മരിച്ചു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതാരും പറഞ്ഞിട്ടല്ല. ഇന്നാലില്ലാഹി പറയണ ഉള്ളത് സുലൈമാൻ മരിച്ചു അങ്ങനെ പറഞ്ഞില്ലോ. സുലൈമാൻ മരിച്ചു പറഞ്ഞാൽ ഇന്നാലില്ലാഹി. ഇദാ അസാബത്തുഹുൽ മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാലൊന്ന് തട്ടി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാ ദിക്ർ. എല്ലാ ഭാഗത്തും ദിക്ർ വരണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും കൂലി ഉണ്ടെന്ന് നബി പറഞ്ഞു. അതുകൊണ്ടിട്ടാണ് നിങ്ങൾ ഇണ ചേരുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ വ ജന്നിബി ശൈത്വാന ഫീമാ റസഖതനാ. അവിടെയും ബിസ്മിയും കൂടി. അപ്പൊ ദിക്ർ വന്നു. അപ്പൊ അതിനകത്തും കൂലി കിട്ടി. മുത്തലപ്പേരിലേക്ക് കയറി അല്ലാഹുമ്മ ഇന്നി ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. കൂലി കിട്ടി. കച്ചവടം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്. ഒക്കെ ദിക്റാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരണം. അല്ലാഹുവേ അല്ലാഹുവേ, പാവങ്ങളായി പള്ളിപ്പറമ്പിൽ വന്നിരിക്കുന്ന ഞങ്ങളെ എപ്പോഴാണ് പൊതിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് അറിയില്ല. പടച്ചോമ്പരാനെ, ഞങ്ങൾക്കെല്ലാം റഹ്മാനായ അല്ലാഹുവേ, നീ വിധിക്കപ്പെട്ട മഹാന്മാരായ ദാക്കിരീങ്ങളുടെയും ദാഖിറാത്തുകളുടെയും കൂട്ടത്തിൽ നാളെ മനുഷ്യരെ കൂടാനുള്ള ഭാഗ്യം താട്ടെ അല്ലാഹ്. പടച്ചോനോടൊക്കെ തേടിക്കും. ചോദിക്കേണ്ടതൊന്നും കിട്ടൂല എന്നാ നബിത്തങ്ങളോട്. ലാ യറുദ്ദുൽ ഖളാ ഇല്ലാ ബിദ്ദ. ചോദിക്കാതെ കാര്യങ്ങളൊന്നും കിട്ടൂല, ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പോട്ടെ. ഇപ്പം ഞാൻ എന്താ ഇപ്പം പറഞ്ഞു വന്നത്? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു ക്രിസ്ത്യൻ ചർച്ചിന്റെ ഉള്ളിൽ കയറിയിരിക്കുക. അച്ഛനാ ചോദ്യം ചോദിക്കുന്നത്.
സൃഷ്ടാവായ തമ്പുരാൻ സൃഷ്ടിച്ചതാണ് ഏറ്റവും വൃത്തികെട്ടതെന്ന് വിശേഷിപ്പിച്ചതാണ്. അതെന്താ? അതിതാണ്, കഴുതയുടെ ശബ്ദമാണ്. ഖബറാളിയെ കൊണ്ട് ഓടിയതായ ഖബർ ഏതാണ്? മഹാനായ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിഴുങ്ങിക്കൊണ്ട് സഞ്ചരിച്ചതായ മത്സ്യമാണ്. ഒറ്റയടിക്കാൻ മറുപടി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളെ ഉപദേശിച്ചിട്ട് മനുഷ്യന്മാർ മര്യാദയ്ക്ക് വന്നില്ല. അപ്പം തീരുമാനിച്ചു വിമാനങ്ങൾ ചൊവ്വാവില്ല, അതിനെ വേറെ നാട്ടിലേക്ക് വന്നു വെച്ചു. അത് പാടില്ല എന്നാ അള്ളാഹു താല ഒരു നാട്ടിൽ ഒരു ദഅവത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് അള്ളാഹിൻ്റെ തീരുമാനം കിട്ടാതെ നമ്മൾ ദേഷ്യപ്പെട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ഖത്തീബുമാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിട്ടല്ലോ. കാഞ്ഞിരക്കാട് എത്രയോ 10, 40, 50 കൊല്ലം കണ്ട് 70 കൊല്ലം നിങ്ങൾ കേട്ടത്. 70 കൊല്ലം ആ മഹാനായ ഖത്തീബ് ഉസ്താദ് ഇവിടെ ദുആ ചെയ്ത് ഉദ്ഘാടനം ചെയ്ത പല പരിപാടികളിലും ഞാനിവിടെ വളർന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ തന്നെ ആയിരുന്നു. അന്നും ഈ മദർസ ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടായി. ചെറിയ 2 മാറ്റമൊക്കെ ഒന്നു ഇവിടെ എങ്ങാണ്ട എന്നെ കെടുത്തിയത്. 70 കൊല്ലം. അപ്പോൾ ബാവിലേരും ആ ഉസ്താദിൻ്റെയൊക്കെ അടുത്ത് നിൽക്കണ ആൾ തന്നെ അല്ലേ ബാവിലേരെ? അതെ. എന്താ 37 കൊല്ലം ആവാറായില്ലേ ഇപ്പം അവിടെ അംഗമല്ല? അത് തന്നെ. അപ്പോൾ ബാവിലേരും വലിയ മഹാനാട്ടോ. ഒലക്ക ബാവിലേര് 36 കൊല്ലം അവിടെ നിൽക്കണേ. എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ മഹല്ല അംഗങ്ങൾ ആരാ? മത്തായി, കുര്യാക്കോസ്, പത്രോസ്, ആരാരും പള്ളിക്കകത്തേക്ക് വരുന്നില്ല. ഈ വെള്ളിയാഴ്ച വന്നവൻ അടുത്ത വെള്ളിയാഴ്ച അങ്കമാലിലുണ്ടെങ്കിൽ ഈ മൊയിലാർ അവിടെ ഉണ്ടാവില്ല കേട്ടാ. കാരണം എന്താ? ഈ മൊയിലാർക്ക് ക്ഷമയില്ല. ഏതെങ്കിലും കാക്കയുടെ മൂക്ക് വറുക്കുമ്പോഴത്തേക്കും പേപ്പർ എടുത്ത് എടുക്കണോടാക്ക, ഞങ്ങളുടെ ജോലിയും വേണ്ട, ശമ്പളവും വേണ്ട, എടുക്കണം. പാവലാരെ പറഞ്ഞത് അതൊന്നും പാടില്ല എന്നാണ് ഇത്. ഈ സംഭവത്തിൽ കൂടെ നമ്മൾ ഓടിപ്പിക്കണേ. യൂനുസ് നബി അലൈഹി സ്വലാം ഈ കൗമ നന്നാവണില്ല എന്നാ പോയേക്കാ. അങ്ങനെ കടപ്പുറത്തേക്ക് എന്നപ്പോൾ ഒരു കപ്പൽ വരികയാണ്. കൈകാട്ടി വിളിച്ചു. അതിലേക്ക് അവിടെ കയറി. എന്താ സംഭവിച്ചേ? കോളിപ്പെട്ടു. കപ്പൽ കോളിപ്പെട്ടപ്പോൾ അതിനകത്ത് ജ്യോത്സ്യന്മാരുണ്ടായി. അമാര് കവണി നിർത്തിയപ്പോ കിട്ടിയത് എന്തെന്നാ? ഈ കപ്പലിനകത്തൊരു പാപി കയറി കൂടിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, നമ്മ ചെയ്യുന്ന തെറ്റ് അല്ലാഹ് പൊറുക്കൂല കേട്ടോ. ഞങ്ങള് മനസ്സിലാക്കിക്കോ. ഇവിടുത്തെ മറ്റു മതവിശ്വാസികൾ ചെയ്യുന്ന തെറ്റിനേക്കാൾ കടുപ്പമേറിയ ശിക്ഷ മുസ്ലിം സമുദായത്തിന് അല്ലാഹു തആല കൊടുക്കും. അല്ല, നമ്മുടെ ഇടയിൽ സാധാരണ ഒരു വർത്താനം ഉണ്ടല്ലോ. എന്താ വർത്താനം? അങ്ങേര് മുസ്ലിയാരല്ലേ, അത് അങ്ങേർക്ക് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിയാർക്ക് പ്രത്യേകിച്ച് കിതാബുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളോദന ഖുർആൻ തന്നെയല്ലേ മുസ്ലിയാരുടെ ഖുർആനും, നിങ്ങളോദന ഹദീസ് തന്നെയല്ലേ മുസ്ലിയാരുടെ ഹദീസും. പക്ഷെ നിങ്ങൾ എന്താ പറയണത്? മുസ്ലിയാർ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ നിങ്ങൾ പറയും അങ്ങേർക്കത് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ മൊയിലാരല്ലേ ഉണ്ടോ? ഇതാ പറഞ്ഞ ഗൗരവമുണ്ട്. അറിയുന്നവൻ തെറ്റ് ചെയ്താൽ അതിന് ഗൗരവം കൂടുതലുണ്ട്. അത് തന്നെ ഇവിടെ വിഷയം. യഥാർത്ഥത്തിൽ ആ കപ്പലിൽ എത്രയോ മനുഷ്യന്മാരുണ്ട്, ബഹുദൈവാരാധകരുണ്ട്, തെമ്മാടികളുണ്ട്, ധിക്കാരികളുണ്ട്, തോന്നിയാസം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും ഇതിനകത്ത് വീണില്ല. ഈ മോശക്കാരൻ, തെറ്റുകാരൻ, മഹാപാപി എന്നുള്ള ലിസ്റ്റിനകത്ത് വീണത് നബിയുന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെ ഈജിപ്തിലെങ്ങാണ്ടാ കിടക്കണേന്ന് എനിക്ക് തോന്നുന്നു. യാത്രയിൽ മൂപ്പരുടെ അടുത്ത് പോയി സിയാർത്ത് ചെയ്തതായിട്ട് ഓർക്കുന്നുണ്ട്. അല്ലാഹുവേ, മഹാൻ്റെ ഒക്കെ കൂടെ നാളെ മഹ്ശറയിൽ കൂടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹ് ഈ പള്ളിമുറ്റത്ത് വന്നിരിക്കുന്ന ഞങ്ങളെയൊക്കെ അല്ലാഹുവേ നീ കബൂലാക്കണേ പടച്ചോമ്പരാനെ. ചുമ്മാ ഒന്ന് ആലോചിക്കുക. എത്ര ദിവസമുണ്ട് ഇങ്ങനെ പടച്ചോനോട് നമുക്ക് പറയാനുള്ള അവസരം? ഒന്ന് ആലോചിച്ച് നോക്കി. വേറെ ഒന്നും കൂടിയിട്ട് ഞാൻ ചോദിക്കില്ല. ഇങ്ങനെ അള്ളാഹിനോട് നമുക്ക് പറയാൻ ഇനി എത്ര ദിവസമുണ്ട്? ഒരു കണക്കുമില്ല മുസ്ലിയാരെ. നാളെ നേരം വെളുത്തുണ്ടാവുമോ എന്നറിയില്ല. എന്നാൽ പിന്നെ എന്തേ ഒന്ന് പറയാത്തതെന്നാണ് ഞാൻ ചോദിക്കണേ. നാളെ നേരം വെളുക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല മുസ്ലിയാരെ. മിനിഞ്ഞാന്നൊരു മയ്യത്ത് നിസ്കരിച്ചു ഞാൻ തുരുത്തുപള്ളിയിൽ വെച്ച്. മിനിഞ്ഞാന്ന് രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഭാര്യയോടും മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് മഴീഷത്ത് അരി തേടിയേ കോഴിക്കോടിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. നല്ല കാരിരുമ്പ് പോലുള്ള മനുഷ്യൻ. ഇന്നലെ അങ്ങോട്ട് പേപ്പറിൽ ഫോട്ടോ ഉണ്ടായി, അബൂബക്കർ എന്നും പറഞ്ഞിട്ട്. എന്താ നല്ല ഉരുക്ക് പോലുള്ള മനുഷ്യൻ. കോഴിക്കോടിന് പോകാൻ വേണ്ടിയിട്ട് പറവൂക്കാവിലെ ചെന്നിട്ട് റോഡ് ക്രോസ് ചെയ്തു. സ്പീഡിൽ വന്ന കാർ ഇടിച്ചു, വീണു. അതന്നെ മയ്യത്തായി. രാവിലെ എഴുന്നേറ്റ് പോയ ആള് 3:15 ആ മയ്യത്ത് വെച്ചോണ്ടിട്ട് ഞാൻ 2-3 വർത്താനം പറഞ്ഞു. ഖത്തീബ് അവിടെ ഉണ്ടായില്ല. അപ്പം എൻ്റെ അടുത്തേക്ക് ആരായിട്ട് വയ്ക്കുന്നു. സാധാ 2 വാക്ക് പറയാൻ പറഞ്ഞു. അസ്റുവാങ്ക് വിളിക്കുന്നതിന് ആളെ മണ്ടിയടിയിലേക്ക്. ഇത് അസുബഹത്ത ഫലാ തന്തദിൽ മസാ നബീന റസൂലുള്ളാഹി. രാവിലെ നിങ്ങൾ സുബഹി നമസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോഴേ, പ്രഭാതത്തിന് എഴുന്നേൽക്കുമ്പോൾ സൂര്യനെ കാണൂലേ?
വൈകുന്നേരം അസ്തമിക്കുന്നത് കാണാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി. ഇതേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്യാരണ്ടി, ഇത്രേ ഉള്ളൂ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേക്കാമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ബഹുമാനികളെ, ഇങ്ങനെ ഇരിക്കാനും പറയാനും ചിന്തിക്കാനും ഒക്കെ അല്ലാഹു തആല തന്നെങ്കിൽ പഠിച്ചവനെ നീ ഞങ്ങളെ ഈ മഹാന്മാരുടെ മഹദികളുടെയൊക്കെ കൂടെ നാളെ മഹ്ശറിൽ കൂട്ടിത്താട്ടെ പഠിച്ചവനെ. ഞങ്ങൾക്ക് അവരുടെ കൂടെ കൂട്ടാൻ ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല അല്ലാ. നിന്റെ മഹദായ ഫضലുകൊണ്ട് നീ ഞങ്ങളെ ആക്കിത്താട്ടെ പഠിച്ചവനെ. അങ്ങനെയൊക്കെ ഇവിടെ പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞാലാ കിട്ടുള്ളൂ എന്നാ അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി. അതുകൊണ്ട് സംഗതി തീർന്നുകൊണ്ടിരിക്കുക ബഹുമാനികൾ. ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിട്ടിയത് ലിസ്നത്ത്. കടലിങ്ങനെ ഇളയിക്കൊണ്ടിരിക്കുകയാണ്, ജീവനോടെ പിടിച്ചെടുത്തിട്ട്. കടലമ്മയ്ക്ക് ഈ മനുഷ്യനങ്ങ് ഇട്ടുകൊടുത്താൽ കടലമ്മ ശാന്തമാവും. അതാണ് ജ്യോത്സ്യൻ പ്രവചിച്ചേക്കണത്. ജീവനോടെ അങ്ങ് എടുത്തിട്ട് എന്താ സംഭവിച്ചേ? മനുഷ്യനെ ജീവനോടെ വെട്ടി വിഴുങ്ങുന്ന മത്സ്യം വന്ന് വെട്ടി. പക്ഷേ വിഴുങ്ങുമ്പോൾ ആ മത്സ്യത്തിന് അല്ലാഹു തആല ഓർഡർ കൊടുത്തു, എൻ്റെ അടിമയെ സ്പർശിക്കാൻ പാടില്ല, നീ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്, കടലിൻ്റെ ഇന്ന ഭാഗത്തേക്ക് നീന്തണം. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖാ. ആ മത്സ്യത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ ഇട്ടു, ഞാൻ പറഞ്ഞ അനുസരിച്ചോളണം. വെള്ളം കുടിച്ചില്ല, തീറ്റ തിന്നില്ല. അതിൻ്റെ ലക്ഷ്യം എന്താ? അല്ലാഹു ഏൽപ്പിച്ചതായ ജോലി ചെയ്യുവാണ്. ആഴക്കടലിന്റെ അടിത്തട്ടിലൂടെ അത് നീന്തുകയാണ്. 40 ദിവസം ഈ മനുഷ്യൻ അതിൻ്റെ ഉള്ളിലാ. മനുഷ്യത്തിന് അല്ലാഹു തആല ഓർഡർ കൊടുത്തു, തിന്നരുത്, കുടിക്കരുത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ. അള്ളാഹിന്റെ ഓർഡർ അനുസരിച്ച് പണിയെടുക്കുന്നവർ നമ്മളൊക്കെ. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇലാഹി അബ്ദുകല്ലാശി അതാക മുഖറം ബിദ്ദുനൂബി ഖദ്ദഅക തറക്തുൽ ഖൽഖ തുറം ഫി റിളാക വഅയതംതുൽ ഇയാല ലികൈ യറാക. എല്ലാവർക്കും കൂടെ അല്ലാഹു തആല ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടിയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, നിന്റെ ഖജനാവിൽ നിന്നും ബഗ്ദാദിലെ ജനങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാഹുവേ നീ എന്നോട് കൽപ്പിച്ചു റബ്ബേ, ഞാനത് കൊണ്ടുവന്ന് കൊടുത്തു, ഞാൻ പണിക്കാരനാണ്. ഇതുപോലെ നമ്മളെല്ലാം അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടവരാ. ഈ മനുഷ്യത്തിന് അല്ലാഹു തആല ജോലി കൊടുത്തേക്കാണ്, എൻ്റെ അടിമേനെ കൊണ്ട് നീ നീന്തണം. മനുഷ്യൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമ്മളാരും മൂക്ക് കൊടുത്തണ്ടാവും, നമ്മളാരും മീശയും ഇരിക്കണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ. പെണ്ണുമ്പിള്ള എന്തെങ്കിലും കൂട്ടാത്തിനെങ്ങാനും ഇത്തിരി എരിവുകളോ പുളി കൂടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തോട്ട് കൂട്ടാനായി ഉള്ളത്, എന്തോട്ട് കൂട്ടാനാന്നല്ലേ. ഈ കാണായ ജോലിയെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ഞാനിത് വിട്ട് ഇച്ചിരി പുളി കുറഞ്ഞു. ഈ എൻ്റെ കാലം കഴിയുന്ന ഉള്ള കാലം വരെയൊക്കെ ഇപ്പം ഇതൊക്കെ കിട്ടുള്ളൂ. ഞാനങ്ങോട്ട് ഇല്ലാണ്ടാവട്ടെ, അപ്പം കാണാം. ഒരു കാണലും ഇല്ല. നീ ഇല്ലാണ്ടാവുമ്പോൾ എന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിൽക്കിച്ചിട്ട് മണ്ണിൻ്റെ അടി കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടു. എന്നിട്ടോ 2 ദിവസം കഴിയുമ്പോൾ വേറെ എണ്ണത്തിനെ കിട്ടും. അതെ, നിന്നോട് അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ട്, ഇത്ര ദിവസം പുളി ഇല്ലാണ്ടുണ്ടാക്കി കൊടുക്കണം, ഇത്ര ദിവസം എരിവില്ലാണ്ടുണ്ടാക്കി കൊടുക്കണം. അതുപോലെ ഇവിടുന്നും പറയും, നീ എന്തുട്ടാണ് ഉള്ള ഈ പറയണേ, എന്തുട്ടാ പറയണത് മലയാളം. എനിക്കൊരു സാരി മേടിച്ചു ഒക്കെ എൻ്റെ കാലം വരെ നിനക്ക് ഉണ്ടാവുള്ളൂ, എൻ്റെ കാലം കഴിയട്ടെ, അപ്പം നിനക്കറിയാം. ഒരറിയില്ല. നീ മരിക്കുമ്പോൾ ഇച്ചിരി ആരൊക്കെ ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാരെന്ത് വിചാരിക്കും. അത് കഴിഞ്ഞിട്ടോ നിന്നെ കൊണ്ട് ഇവിടെ കൊണ്ട് നടക്കും. അത് കഴിയുമ്പോൾ ആങ്ങളോ ഒന്ന് ചോദിക്കും, ബാപ്പ ഒന്ന് ചോദിക്കും, എന്തെന്നാ മോളെ വേണ്ടേ. അപ്പോൾ ഒന്നും മിണ്ടൂല. അപ്പോൾ മനസ്സിലാവും അയാൾ പോയി അയാൾ പോട്ടെ, എനിക്ക് വേറെ വേണമെന്നായി പറഞ്ഞത്. അതിനൊരു 3-4 മാസത്തെ അവധി കൊടുക്കും. കാരണം എന്താ, നിൻ്റെ വല്ല വേസ്റ്റോടെ കിടപ്പുണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വേറെ ആളൊന്നും കിട്ടും. ഇത്രയേ ഉള്ളൂടെ അങ്ങനെ. അല്ലാണ്ട് നിന്നെ കണ്ടിട്ടല്ല ഇതിനെ. ഇതൊക്കെ ഒരു ഡ്യൂട്ടി അല്ലാഹ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത്ര കാലത്തേക്ക് ഉണ്ടാക്കി കൊടുക്കും, ഇത്ര കാലത്തേക്ക് കണ്ടു. അതപ്പോൾ ഇവിടെ കണ്ടേ, അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖൽഖാ. നേരെ അടിയിലൂടെ നീന്തുകയാണ്. പടച്ച തമ്പുരാൻ നിർണയിക്കപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുന്നത് വരെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എത്ര നമ്മൾ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഒരൊറ്റ ദിക്ർ കൊണ്ടിട്ടാണ് അല്ലാഹു തആല മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്. ഇതാണ് തഫ്സീർ.
ഈ ദിക്റില്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ തകർന്നു പോയേനെ. 40 മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചവനെ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു റബ്ബേ. സുബ്ഹാനക, അല്ലാഹ് നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഒരു നാട്ടിൽ നിന്ന് എന്നോട് നീ പോകാൻ എനിക്ക് അനുവാദം തന്നില്ല റബ്ബേ, നിന്നോട് ഞാൻ അത് ചോദിച്ചില്ല റബ്ബേ. നിന്റെ അനുമതി ഇല്ലാതെ മറുനാട്ടിലേക്ക് യാത്ര ചെയ്ത ഞാൻ നിന്നോട് അക്രമം പ്രവർത്തിച്ചു തമ്പുരാനെ. കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ രക്ഷപ്പെടുത്തിയെന്നാ, ദിക്ർ രക്ഷപ്പെടുത്തും. ചുമ്മാ പറഞ്ഞാൽ നിങ്ങൾ ധാരാളം ദിക്ർ ചൊല്ലിക്കോ, നിങ്ങൾ രക്ഷപ്പെടും, ചുമ്മാ പറഞ്ഞതല്ല. ഈ ദിക്ർ കൊണ്ടിട്ടാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്. കുടുക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇത് പതിവാക്കിക്കോളാനാ മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ചു തരണേ. കുടുക്കിലൊക്കെ പെട്ടാൽ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഈ തസ്ബീഹ്. അപ്പൊ പോട്ടെ ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞു വന്നത്? അച്ഛനിങ്ങനെ ചോദിക്കുകയാണ്, സത്യം പറഞ്ഞിട്ടും നരകത്തിൽ പോയ പാർട്ടി ആരാണ്? മറ്റൊടത്തിൽ കളവ് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോയ പാനന്മാരാരാന്ന് വെച്ച, ഇവിടെ പറയാണ് സത്യം പറഞ്ഞിട്ടും നരകത്തിൽ പോയ പാർട്ടി ആരാണ്? വഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസാറ അലാ ശൈഇൻ, അത് ജൂതന്മാരാണ്. ജൂതന്മാർ പറഞ്ഞു നസാറാക്കളുടെ വിശ്വാസം തെറ്റാണ്. ഇത് ജൂതന്മാർ പറഞ്ഞതാണ്. സംഗതി അവർ പറഞ്ഞത് ശരിയാ, പക്ഷെ അവരും നരകത്തിലാണ്. ഇതാണ് സത്യം പറഞ്ഞിട്ട് നരകത്തിൽ പോയ പാർട്ടി അതാണ്. ബഹുമാനികളെ, ഇങ്ങനെ പുടുപുടുപുടുപുടുപുടൂന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി തങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും പടപടപടാന്ന് മറുപടിയും കൊടുക്കുകയാണ്. അങ്ങനെ ചോദ്യങ്ങൾ പിന്നീട് ചോദിക്കാനില്ല. ഒരു 10-16 ചോദ്യം ചോദിച്ചു. ഇപ്പൊ ഒന്നുമൊക്കെ എണ്ണി വയ്ക്കുക, 10-16 ചോദ്യം ചോദിച്ചു. അത് കഴിഞ്ഞപ്പോ ചോദ്യം ചോദിക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ ന്യായമാണോ? 10-16 ചോദ്യം ചോദിച്ചിട്ട് പടപെടുപെടുന്ന മറുപടി പറഞ്ഞു മനുഷ്യൻ. മറുപടി പറഞ്ഞ മനുഷ്യനാ ഒറ്റ ചോദ്യം, ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന്. അച്ഛന് ചോദിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല, ചോദിച്ചോളാൻ പറഞ്ഞു. സ്വർഗത്തിന്റെ താക്കോൽ ഏതാണ്? അച്ഛൻ മിണ്ടൂല. അപ്പൊ ആളുകൾ പറഞ്ഞു ഇത് ശരിയല്ല എന്ന്. എങ്ങനെയല്ല, ആളുകൾ പിന്നെ സാക്ഷിയാണല്ലോ, പള്ളി നിറച്ച ആളുകളാണ്, ചർച്ച നിറച്ച്. അച്ഛാ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യനോട് നിങ്ങൾ 10-16 ചോദ്യം ചോദിച്ചിട്ട് ആ മനുഷ്യൻ പുടുപുടുപുടുപുടുന്ന് മറുപടി പറഞ്ഞു. ആ മനുഷ്യൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചോളൂ, അച്ഛനെ മറുപടി പറയാതിരിക്കണം ശരിയല്ല എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞേ മറുപടി എനിക്കറിയാം, പക്ഷെ ഞാനും പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇപ്പം തന്നെ തല്ലിക്കൊല്ലും. മറുപടി അറിയാം, പക്ഷെ നിങ്ങൾ എന്നെ ഇപ്പം തല്ലിക്കൊല്ലും. ബിക്കൻ സമയം ചോദിച്ചായിരിക്കും. റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരാളോട്, ഒരു കണ്ണറിയാൻ പാടില്ലാത്തൊരു പാവപ്പെട്ടു, അവൻ വന്നിട്ട് ഒരു ബിക്കനോട് വന്നിട്ട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് തപ്പിന്ന് സമയം എന്തായിന്ന് ചോദിച്ചു. അപ്പം ഇയാൾ മിണ്ടൂല. ഇയാളിങ്ങനെ പാവപ്പെട്ട ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുക സമയം എന്തായിന്ന് ചോദിച്ചു. മിണ്ടൂല. അങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തിരുന്നയാൾ ചോദിച്ചു, ഇവിടെ തൻ്റെ കയ്യിൽ വാച്ചല്ലേ കിടക്കണത്? ആ പാവപ്പെട്ട എത്ര പ്രാവശ്യമായി ചോദിക്കുന്നു സമയത്തിലേന്ന്. ഇയാൾക്ക് ആ സമയം അങ്ങനെയൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ ബെല്ലെ പോലെ തെഞ്ഞു പോകുന്നു ചോദിച്ചു. അപ്പം ഈ പരാതി പറഞ്ഞ ആളോട് ഇയാൾ പറഞ്ഞു, ഞാൻ സമയം പറഞ്ഞ അവനെന്നെ അപ്പടിക്കും. ശരി, വിക്കനെ കളിയാക്കണമെന്ന് എനിക്ക് തോന്നൂലേ? വിക്കൻ ചോദിക്കണിങ്ങനെ സമയം എന്തായി? അപ്പം ഇയാൾ ഒരു 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തിരിച്ചടിക്കും. ഇതുപോലെ തന്നെ ഇവിടെ അച്ഛൻ പറയാ എനിക്ക് മറുപടി അറിയാം, പക്ഷെ നിങ്ങൾ എന്നെ ഇപ്പം തല്ലിക്കൊല്ലും. അപ്പൊ സദസ്സ് പറഞ്ഞു, അച്ഛാ ഭയപ്പെടണ്ട, ഒരു കാരണവശാലും അച്ഛൻ ഭയപ്പെടണ്ട. നിർഭയമായി ആ ചോദിച്ച മനുഷ്യന് മറുപടി കൊടുത്തോ. എന്നാൽ സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് സാക്ഷ്യം വഹിക്കലാണ് സ്വർഗത്തിന്റെ താക്കോലെന്ന് അച്ഛൻ പ്രഖ്യാപിച്ചപ്പോൾ, മറുപടി പറഞ്ഞപ്പോൾ ജനങ്ങൾ പറഞ്ഞു, എന്നാ അച്ഛാ ഈ കാണുന്ന കോപ്രായങ്ങളെല്ലാം കാണിച്ച് നരകത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഒരുക്കമില്ല, ഞങ്ങൾക്കും ആ സ്വർഗത്തിന്റെ താക്കോല് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൂടി നിന്ന മുഴുവൻ ജനങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അംഗത്വമെടുക്കുകയും ഈ ക്രിസ്ത്യൻ ചർച്ച് ജുമാ മസ്ജിദാക്കി മാറ്റുകയും ചെയ്തു. ബഗ്ദാദിലുണ്ടായ സംഭവം
എല്ലാ സ്ഥലത്തും അങ്ങനെയാ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അള്ളാന്റെ റസൂലിനെ അല്ലാഹു തആല ഭൂമുഖത്തേക്ക് അയച്ചത് എന്തിനാണെന്നറിയോ? സർവ്വ വിശ്വാസങ്ങളെയും സർവ്വ ആചാരങ്ങളെക്കാളും സർവ്വ സംസ്കാരങ്ങളെക്കാളും ഉന്നതമാകുന്നത്, ബുദ്ധിക്ക് നിരക്കുന്നത്, യുക്തിക്ക് നിരക്കുന്നത്, പ്രകൃതിക്ക് ഇണങ്ങുന്നത് ആ വിശ്വാസവും ആ സംസ്കാരവും പരിശുദ്ധമായ ഇസ്ലാമാണെന്ന് ജനത്തിനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് അല്ലാഹു തആല പ്രവാചകനെ അയച്ചത്. വലൗ കരിഹൽ മുശ്രികൂൻ. ആ സത്യം ബഹുദൈവ ആരാധകർ നിഷേധിച്ചാലും ശരി. ഇന്നിപ്പോൾ ലോകത്ത് നടക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്ത് പൗരത്വ നിയമം കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അയൽ സ്റ്റേറ്റ് ആകുന്ന തമിഴ്നാട്ടിലും മേട്ടുപ്പാളയത്ത് ഒറ്റ സമയത്ത് 40 ജുമഅക്കുള്ള മനുഷ്യന്മാർ മുസ്ലിമായി. അവിടെ എങ്ങും പോയി ഒരു ഉസ്താദും വഅദ് പറഞ്ഞില്ല. അവിടെ എങ്ങും പോയി ഒരു പ്രബോധകരും പ്രബോധനം നടത്തിയില്ല. ഒരു തബ്ലീഗുകാരും പോയി തബ്ലീഗ് നടത്തിയില്ല. ഒരു ദഅവത്തിന്റെ അമലുകാർ പോയി ദഅവത്തും എത്തിച്ചില്ല. മെട്ടുപ്പാളയം എന്ന് പറയുന്ന ആ രാജ്യസ്ഥലത്ത് 10 ജുമഅക്കുള്ള മനുഷ്യന്മാർ ഒരുമിച്ച് കൂടിക്കൊണ്ട് പ്രഖ്യാപിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മോഡി സർക്കാർ ഭയപ്പെടുന്നതും ഇത് തന്നെയാണ്. മുസ്ലിം സമുദായം ഈ രാജ്യത്ത് പാടില്ല. വലൗ കരിഹൽ മുശ്രികൂൻ. ഇതാ അല്ലാഹ് പറഞ്ഞ, ഇതുങ്ങളെ എല്ലാത്തിനെയും കൊന്നിട്ട് നിങ്ങൾ സൂഹിക്കാൻ നോക്കിയാലും ഈ ലോകത്ത് നടപ്പിലാകില്ല. ഇത് വളർന്നുകൊണ്ടേയിരിക്കും. കേരളത്തിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ ഇസ്ലാമായില്ലേ? ഇന്ത്യ രാജ്യത്ത് ബുദ്ധിയുള്ളവരൊക്കെ മുസ്ലിമായില്ലേ? ആഗോളതലത്തിൽ ബുദ്ധിയുള്ളവരൊക്കെ മുസ്ലിമായില്ലേ? ഇതൊന്നും നിങ്ങൾ വാർത്താമാധ്യമങ്ങളിൽ വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വാർത്താമാധ്യമങ്ങളിൽ ഇതൊന്നും പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബുദ്ധിയുള്ളവർ നോക്കുമ്പോൾ ഇതാണ് ശരി. ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ ഒരു ഇലാഹാണ്. ഭൂമിയെ സൃഷ്ടിച്ചവൻ അവനാണ്. വാനലോകത്തുനിന്ന് വെള്ളമിറക്കി തരുന്നവൻ അവനാണ്. വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുകയും മുളയുടെ അറ്റത്ത് മനുഷ്യന് ആവശ്യമായി കഴിക്കാനുള്ള വിള വരുത്തുകയും ചെയ്യുന്നവൻ അവനാണ്. മനുഷ്യനെ ജീവിപ്പിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവൻ അവനാണ്. അവൻ രണ്ടാമത് പുനർജീവിപ്പിക്കുന്നവനാണ്. അവനാണ് അല്ലാഹ്, അവനാണ് റബ്ബ്. കോടിക്കണക്കിന് രൂപ കൃഷി വകുപ്പ് ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ കൃഷി വികസനത്തിന് വേണ്ടി. സഹീഹ് ബുഖാരി എടുത്ത് നോക്കിയാൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചാൽ ആ വൃക്ഷത്തെ എത്ര കാലം ഈ ഭൂമുഖത്ത് വൃക്ഷമായിട്ട് നിൽക്കുന്നുവോ അക്കാലം മുഴുവൻ അതിൽ നിന്നും കട്ടുപോകുന്നത്, അതിൽ നിന്നും പക്ഷികൾ തിന്നുപോകുന്നത്, അതിനകത്ത് ഏതെങ്കിലും ജീവികൾ വന്ന് തണലെടുക്കുന്നത്, ആരെങ്കിലും അത് തിന്നുന്നത്, കടിക്കുന്നത്, ഇതെല്ലാം നാളെ നിനക്ക് ആഖിറത്തിലേക്ക് നന്മയാണ്, സദഖയാണെന്ന് നബീന റസൂലുള്ളാഹി. നോക്ക്, കൃഷി വകുപ്പ് ഇസ്ലാമിനെ കവച്ചു വെക്കാൻ പറ്റിയ കൃഷി വകുപ്പല്ല. സ്വയം തൊഴിൽ കണ്ടെത്തൽ. ഇവിടെ സർക്കാർ എത്രയോ കോടികളെ ചെലവഴിക്കുന്നു സ്വയം തൊഴിൽ കണ്ടെത്തൽ. നബിത്തങ്ങൾ പറയുന്നു, നിങ്ങൾ മുസ്ലിങ്ങൾക്കെല്ലാം സദഖയുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, നബി അതിനുള്ള സമ്പത്തില്ലെങ്കിലോ? സമ്പത്തില്ലാത്തവർക്കും സദഖയുണ്ട്. നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ കൈ കൊണ്ടിട്ടൊരു പണി ചെയ്യേ. ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ചു, അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്തു, കിട്ടിയെടുത്തു. കുറെയൊക്കെ പറയപ്പെട്ട രീതിയിലൊക്കെ കട്ടുപോയി, അല്ലെങ്കിൽ കുറെ ജീവികളൊക്കെ തിന്നു. അതിൽ നിന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എടുത്ത് മറ്റുള്ളവർക്കും കൊടുക്ക്. സദഖ ഒന്നില്ലേ? സ്വയം തൊഴിൽ കണ്ടെത്തൽ. പറ ചങ്ങാതിമാരെ, എവിടെയാണ് ഇപ്പൊ ഇസ്ലാമിന്റെ പോരായ്മ ഉള്ളത്? ഏത് സംസ്കാരത്തിലെ പോരായ്മ ഉള്ളത്? കാർപ്പിച്ചങ്ങോട്ട് തുപ്പിക്കഴിഞ്ഞാൽ തുപ്പിക്കൊണ്ട് പോകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. പിന്നെ എന്ത് ചെയ്യണം? നിന്റെ കാലുകൊണ്ടെങ്കിലും അതിന്റെ മുകളിലേക്ക് മണ്ണ് തട്ടിയിട്ടിട്ടേ പോകാവുള്ളൂ. അതാണ് ഇസ്ലാം. എവിടെ ഇതൊക്കെ പറയണേ? പറ. ഇതിനെ കവച്ചു വെക്കാൻ പറ്റൊരു സംസ്കാരം ലോകത്തുണ്ടോ? അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യരെല്ലാം ഇതുപോലെ സത്യം മനസ്സിലാക്കുമ്പോൾ ആ സത്യത്തിനെ ഉൾക്കൊള്ളുകയാണ്. അവരെ പറ്റിയാണ് ഖുർആൻ പറഞ്ഞത് ബുദ്ധിമാന്മാർ, ഉലുൽ അൽബാബ് എന്നൊക്കെ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ബുദ്ധിയുള്ളവർ, അഖ്ലിയങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കഴിവുള്ളവർ, ചിന്തിക്കാൻ കഴിവുള്ളവർ. മുത്തഖീങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മതയുള്ളവർ. ഇതൊക്കെ ഈ തൗഹീദിൽ മെമ്പർഷിപ്പ് എടുത്തവർക്കുള്ള പൗറ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്? മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ആ ചർച്ചിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചർച്ച് മസ്ജിദാക്കി മാറ്റുകയും ചെയ്തു. പുറത്തുനിന്ന് മുസ്ലിങ്ങൾ എന്നിട്ട് ആക്കിയതല്ല, അവർ തന്നെ ആക്കിയതാണ്. ഇതാണ് ഇന്ത്യ രാജ്യത്ത് നടന്നിരിക്കുന്ന സംഭവങ്ങളെല്ലാം. ഏതെങ്കിലും ആരാധനാലയങ്ങൾ മുൻഗാമികൾ ഇവിടെ മസ്ജിദുകളാക്കിയെങ്കിൽ അവർ സ്വയം ആക്കിയതാ. ഒരിക്കലും മുസ്ലിങ്ങൾ കയറി ആക്രമിച്ചിട്ടില്ല.
ആക്രമിച്ചിട്ടില്ല എന്നല്ലേ ബാബരി മസ്ജിദിന്റെ വിധിയിൽ ഇന്ത്യയുടെ ഉന്നത നീതിപീഠം പരസ്യമായിട്ട് പറഞ്ഞത്. ഇവിടെ ക്ഷേത്രം ഉണ്ടായില്ല, ഇവിടെ ക്ഷേത്രമുണ്ടായില്ല. ബാബരി മസ്ജിദിനകത്ത് വിഗ്രഹം വച്ചത് ധിക്കാരമാണ്, അത് വലിയ അക്രമമാണ്, അത് പൊളിച്ചത് വളരെ അനീതിയാണ്. ഇതെല്ലാം പച്ചയായിട്ട് പറഞ്ഞു സുപ്രീം കോടതി. പിന്നെ അവസാനം എന്താ പറഞ്ഞ്, അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളത് അങ്ങോട്ട് കൊടുത്തേരെ, അങ്ങനെ പറഞ്ഞു. കോടതികളിൽ നിന്നിട്ടൊന്നും നിങ്ങൾ നീതി പ്രതീക്ഷിക്കേണ്ട നബീന റസൂലുള്ളാഹി. ആഖിറസമാൻ വരുമ്പോ വിധികർത്താക്കളിൽ നിന്നും നീതി ഉണ്ടാകുകയില്ല എന്ന് നബീന റസൂലുള്ളാഹി. വിധികർത്താക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും. വീട്ടിൽ വാപ്പാടെ മുമ്പിൽ ഒരു കേസ് വരികയാണ്, 2 മക്കളും കൂടി, ഒരു മോൻ കാശുള്ള മോൻ, മറ്റേ മോൻ കാശില്ലാത്ത മോൻ. വാപ്പ കാശുള്ള മോനൊക്കെ അനുകൂലമായിട്ടേ വിധി പറയുള്ളൂ. കമ്മിറ്റിക്കാരുടെ അടുത്തൊരു കേസ് കൊണ്ടുവന്ന് കൊടുത്തു. ഈ കമ്മിറ്റി അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെ പറയണമെന്ന്. കമ്മിറ്റിക്കാരുടെ അടുത്തൊരു പരാതി കൊണ്ടുവന്ന് കൊടുത്തു. പരാതിക്കാരൻ ദരിദ്രനാണ്, പ്രതിഭാഗത്തേക്കുന്നവൻ സമ്പന്നനാണ്. ഒരിക്കലും പരാതിക്കാരനൊക്കെ സമ്പന്നന് വിരുദ്ധമായി കമ്മിറ്റിയിൽ നിന്നൊരു വിധി ഉണ്ടാവില്ല. വിധികർത്താക്കളിൽ നിന്ന് നീതിയെ ഉയർത്തപ്പെടുന്ന കാലഘട്ടം വരുന്നതാണ്, ഉണ്ടാവില്ല. അതല്ലേ ഇപ്പൊ കണ്ടത് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ. ഇനിയിപ്പോൾ എന്താ, ഇനി പൗരത്വ നിയമമാണോ കാത്തിരിക്കണേ? നല്ല വിധി വരും, കാത്തിരുന്നാൽ മതി. നമ്മളാരും ആ വിധിനെയൊന്നും കാത്തിരിക്കുന്നവരല്ല. പിന്നെ നമ്മളെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചിരിക്കുക. എല്ലാം റബ്ബിൻ്റെ തീരുമാനം അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ വരുള്ളൂ. ഖൈർ വന്നാലും ഷർറ് വന്നാലും നമുക്ക് നഷ്ടം വരരുത്, അതാണ് ഇവിടുത്തെ നമ്മുടെ വിഷയം. തടങ്കൽ പാളയത്തിലേക്ക് പോയാലും നമ്മൾ പരാജയപ്പെടരുത്, പോയില്ലെങ്കിലും നമ്മൾ പരാജയപ്പെടരുത്, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മൾ പരാജയപ്പെട്ടാൽ പിന്നെ നമുക്ക് ജയിക്കാൻ പറ്റൂല. എവിടെ? ദുനിയാവെന്ന് പറയുന്ന പരീക്ഷണശാലയിൽ പരാജയപ്പെട്ടാൽ ആഖിറത്തിന്റെ ശാശ്വതമായ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടൂല. ഇത് പരീക്ഷണശാലയാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. അപ്പോൾ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു തആല അൻഹു ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചപ്പോഴേക്കും ആ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ആ പള്ളിയുടെ പരിസരത്ത് ഉത്സവമായി പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൂടിയ മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിമായെങ്കിൽ ഇതിന്റെ പേരാണ് കറാമത്ത്. ചോദിച്ചതിനെല്ലാം പുടുപുടുവെന്ന് ചോദ്യത്തിന് മറുപടി കൊടുത്ത് കറാമത്താണ്. ഈ ചോദ്യം ചോദിക്കാൻ തോന്നുന്നത് കറാമത്താണ്. ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് അങ്ങോട്ട് കൊടുത്തു. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി തങ്ങളുടെ ദഅവത്ത് കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കറാമത്ത് കൊണ്ടിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ മറ്റു മതസ്ഥർ ഇസ്ലാമിലേക്ക് വന്ന ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. എല്ലാം അങ്ങനെ തന്നെ. ഇതിനെല്ലാം തച്ച് തുടച്ച് ഇല്ലാതെയാക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ് പൗരത്വ നിയമം കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇന്ന് അമേരിക്ക റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അമേരിക്കക്കാരുടെ റിപ്പോർട്ട് ഇന്ന് അങ്ങനെ വന്നിരിക്കുന്നു. അല്ലാഹ് നിന്റെ റഹ്മത്തിൻ്റെ മാലാഖമാരുടെ സഹായം കൊണ്ട് അല്ലാഹുവേ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അങ്ങനെ അല്ലാഹുത്തെ രക്ഷപ്പെടുത്തിയേക്കണം. അതിന് 2 നിബന്ധന അല്ലാഹ് വെക്കുന്നുണ്ട്. വലാ ഉന്നഹൽ ഖുർആൻ ആമനു വത്തഖു. നിങ്ങൾക്ക് ഈമാനുണ്ടാകണം, തഖ്വ ഉണ്ടാവണം. എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹ് മലക്കിനെ ഇറക്കി തരും. അങ്ങനെ മുൻഗാമികളെ അല്ലാഹുത്തെ രക്ഷപ്പെടുത്തി. ഭൂരിപക്ഷം എത്രയുണ്ടായിക്കോട്ടെ ഒരു പ്രശ്നമല്ല എന്നാ. നിങ്ങൾ അറ്റ ന്യൂനപക്ഷം ആയിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നാ. അതാ ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ പാഠം അങ്ങനെയാ.